തോന്നുമായിരിക്കും, സ്വാഭാവികം. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും, എൻ്റെ വീഡിയോ കാണുന്ന ഒരു 10 പേരാണെങ്കിൽ, പോയിട്ട് ഒരു 100 പേരാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യത്തോട് യോജിക്കുന്ന രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്ന വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മോശമാണെന്നല്ല, വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനി ഇത് തന്നെ ചെയ്യണം. ഇല്ലീഗൽ ബിസിനസ്സോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആളുകൾക്ക്, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യം ചെയ്യുമ്പോൾ അത് ഇനിയും തുടരണം. ഓക്കെ, ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് മനുഷ്യക്കടത്തോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലെങ്കിലാണ് കേട്ടോ. അങ്ങനത്തെ ആർക്കും ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അടിപൊളി തന്നെയായിരിക്കും. കാര്യം നമ്മുടെ നാട്ടിൽ നന്മ കാണിച്ചുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാർ ഇതുപോലെ അഴിമതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കാർക്കും ഗുണം ഉണ്ടാകുന്നില്ലല്ലോ. അങ്ങനെ ഒരു വ്യക്തി ഇല്ലീഗൽ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കാരണം നമുക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരാൾക്ക് നഷ്ടങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് എൻ്റെ അടുത്ത് സുഹൃത്ത് പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്. യൂട്യൂബിൽ നിന്ന് യൂട്യൂബേഴ്സിനാണെങ്കിൽ ED റെയ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അപ്പം അതിനകത്ത് എന്താ പൊക്കാൻ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ED റെയ്ഡ് ശരിയാണല്ലോ. ഹലോ ചങ്ങായിമാരെ, ആദ്യം തന്നെ കണ്ട വീഡിയോ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണ്. ഈ വ്യക്തി ഈ വീഡിയോയിൽ പറയുന്നത് ഒരു വ്ളോഗറെ കുറിച്ചാണ്. ഈ വ്യക്തി പറയുമ്പോൾ വ്യക്തിയുടെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി പലർക്കും മനസ്സിലാവും ഈ വ്ളോഗർ ആരാണെന്നുള്ള. ഈ വ്ളോഗറെ കുറിച്ചിട്ടുള്ള വീഡിയോ മിക്ക റിയാക്ഷൻ ചാനലിൽ വീഡിയോ ചെയ്യുന്നവരും ഈ വ്യക്തിയെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനടക്കം 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യുന്നവരൊക്കെ ഈ വ്യക്തിയെ നല്ല കാര്യങ്ങൾ പറഞ്ഞ്, നന്മ പറഞ്ഞിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ചെകുത്താൻ മാത്രം, നമ്മുടെ ചെകുത്താൻ അറിയാലോ, ഈ ചെകുത്താൻ മാത്രമേ ഈ വ്യക്തിയെ മോശപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരും ഈ വ്യക്തിയെ മോശപ്പെടുത്തി ചെയ്തതായി എനിക്കറിയില്ല. എന്നാൽ ഈ പറയുന്ന സാത്താൻ സ്റ്റുഡിയോയിലുള്ള ഈ പേഴ്സൺ, ഈ ബ്രോ സംസാരിക്കുന്നത് ഈ പറയുന്ന വ്ളോഗറെ ലൂസിഫർ അഥവാ ചെകുത്താൻ എന്ന് തന്നെ അഭിസംബോധന ചെയ്തിട്ടാണ്. എന്നാൽ ഇതിൽ ഈ വ്യക്തി പറയുന്ന വേറെ ഒരുപാട് നന്മ പറയുന്നുണ്ട്. ഈ ഇല്ലീഗലായുള്ള പണം, ഈ കുഴൽപ്പണം, കള്ളപ്പണം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാങ്ങയാണ് തേങ്ങയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനപ്പുറം തന്നെ തിരിച്ചിട്ട് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇത്രയും മോശമായ പണമാണ് ഇവന്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇത്രയും പണം എവിടെ നിന്നാണ് കിട്ടുന്നത്, നഷ്ടങ്ങൾ സഹിച്ചിട്ട് ഒരാളെയും ആരും സഹായിക്കില്ല, സഹായിക്കുന്നതുകൊണ്ട് അയാൾക്ക് സന്തോഷം കിട്ടൂല, കുടുംബത്തിൽ നിന്നാണ്, കുടുംബത്തിലുള്ളവർ ഇങ്ങനെ പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു മകന് നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് പണം കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള സംശയങ്ങളാണ് ഈ പറയുന്ന സാത്താൻ സ്റ്റുഡിയോയിലെ ഈ ബ്രോ ഇതിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്ന കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട, നോക്കി നീ എന്താ അവളോട് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടെന്ന് പറഞ്ഞത്? ഉപദേശവും രണ്ടും കൂടി ഇതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഈ ചങ്ങാതിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇതേ ഡയലോഗ് ഈ ചങ്ങാതിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ. ഒരാള് അവൻ നാട്ടുകാരെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ബ്രോയുടെ ചാനലിൽ പറഞ്ഞ പോലെ തന്നെ ഇല്ലീഗലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോലും അവൻ്റെ കിട്ടുന്നത് വെച്ചിട്ട് അവൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അവൻ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന കളക്ഷനിൽ നിന്ന് നോക്കിയാൽ ഒരു 80% അവൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ്. അത് 20% അവൻ്റെ കയ്യിലുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ നഷ്ടക്കച്ചവടം ആരും നടത്തില്ല ലാഭമില്ലാതെ. ഈ പറയുന്ന ഏത് ബ്ലോഗറെ കുറിച്ചാണോ പറയുന്നത്, ആ ബ്ലോഗറിന്റെ മിക്ക വീഡിയോസും 1 മില്യൺ ഒക്കെ കയറിയിട്ടുണ്ട്. അതും ഈ നമ്മൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു 10-30 മിനിറ്റിന്റെ വീഡിയോ ചെയ്തിട്ട് അത് കൂടിക്കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് മാറ്റം ഡ്യൂറേഷന് വെച്ചിട്ട് ആൾക്കാർ ബേക്കടിച്ച് പോവുകയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന വ്ളോഗറിന്റെ ചാനലിൽ ഇപ്പൊ കൂടിക്കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിന്റെ ഒക്കെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഈ 3/4 മണിക്കൂറും ഈ ആൾക്കാർ ഇരുന്ന് കാണും. അതാണ് ഈ വ്യക്തിയുടെ ഒക്കെ ചാനലിൻ്റെ ഒരു പ്രത്യേകത. ഈ 3/4 മണിക്കൂറും കാണുമ്പോൾ അത്രയും ഫുൾ ഡ്യൂറേഷൻ കിട്ടുകയാണ്. അത് മാത്രമല്ല, അതിൽ നിന്നുള്ള പ്രൊമോഷൻ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ചാനലിലെ വീഡിയോസ് റീച്ച് ആവുന്നുണ്ട്. അതുമൂലം നല്ല എമൗണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് നോർമലി ഈ പറയുന്ന 10-15 മിനിറ്റിന്റെ വീഡിയോസ് ചെയ്തിട്ട് ഈ 4-5 ഡ്യൂറേഷൻ മാത്രം കിട്ടിയിട്ട് $200-300-400 മാത്രം മാസം സമ്പാദിക്കുന്നവർക്ക് പോലും ലക്ഷങ്ങൾ മേടിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സീക്രട്ട് ഏജന്റിന്റെ ചാനലിന് ഓരോ വീഡിയോക്ക് എത്ര റീച്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീക്കെൻഡ് ഇടുന്നത് തന്നെ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കൂടിക്കഴിഞ്ഞാൽ ഒരു 7 ലക്ഷത്തോളമൊക്കെ ഒരു വീക്കെൻഡ് ഇടുന്ന വീഡിയോസിന് വരണുള്ളൂ എന്ന് തോന്നുന്നു. ടോട്ടലായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ വ്ളോഗറിന്റെ ചാനലിൽ നോക്കിയാൽ ഒരു വീഡിയോ തന്നെ ഓൾമോസ്റ്റ് 1 മില്യണോളം ഒരു വീഡിയോ തന്നെ കയറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ വ്യക്തി ഇടുന്ന വീഡിയോസിൽ ഇപ്പൊ ഒരു മാസത്തിൽ ഈ വ്യക്തി ഒരു 15 വീഡിയോസ് ഇട്ടോളും വിചാരിക്കും. ആ 15 വീഡിയോസിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഈ വ്യക്തിക്ക് ചെയ്യാനുള്ള കണ്ടന്റിനുള്ള എമൗണ്ട് ഈ വ്യക്തി ഉണ്ടാക്കുന്നുണ്ടാവും. അല്ലാതെ ഈ നഷ്ടക്കച്ചവടത്തിന് ആർക്കും ചെയ്യുന്നുണ്ടാവും. ഇനി നഷ്ടക്കച്ചവടമാണെങ്കിൽ പോലും അതിന് ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തി പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും, എന്നാലും ഈ പറയുന്ന സാത്താൻ സ്റ്റുഡിയോയിലെ ആൾ പറയുന്ന പോലെ ഈ ഇല്ലീഗലായിട്ടുള്ള പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനോട് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല.
അല്ലെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും. ഈ ബ്ലാക്ക് മണി കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള മോശമായ പ്രവർത്തികളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എത്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അനുവദിക്കാത്ത രീതിയിൽ പണം സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ പണം നേടിയിട്ട് അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാതെ ഈ സാത്താൻ സ്റ്റുഡിയോ പറയുന്ന പോലെ തന്നെ ഇല്ലീഗലായിട്ടാണെങ്കിൽ പോലും അവൻ ഒരുപാട് പേരെ സഹായിക്കേണ്ടത് അത് നല്ല കാര്യമാണെന്ന് പറയുന്നതിനോട് ഒപ്പം തന്നെ സാത്താൻ സ്റ്റുഡിയോയിലെ ഈ വ്യക്തി പറയുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. തുടർന്ന് നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം. എന്നിരുന്നാൽ പോലും സാത്താൻ സ്റ്റുഡിയോന്റെ ഒരു സ്വഭാവം എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പോൾ ഒരാളായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച ആ പേഴ്സണലായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചത് അടക്കം എടുത്തിട്ട് യൂട്യൂബിൽ കൊണ്ടിട്ടിട്ട് അതുമൂലം റീച്ച് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. കാരണം നമ്മൾക്ക് ഒരാൾ നമ്മളോട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളോട് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാനും നീയും തമ്മിൽ സംസാരിക്കുന്നതാണെങ്കിൽ, നമ്മ തമ്മിൽ സംസാരിക്കുന്നത് നമ്മ തമ്മിൽ മാത്രം അറിയേണ്ട കാര്യമാണ്. ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഞാനും നീ മാത്രം അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ നിന്നോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പൊതുവെ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിച്ചാൽ മതി. അതില്ലാതെ ഇങ്ങനെ ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അതിങ്ങനെ പബ്ലിക്കിൽ എടുത്ത് കാണിച്ചിട്ട് അതുമൂലം റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നാണം കെട്ട പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അന്ന് ഈ പറയുന്ന സാത്താൻ സ്റ്റുഡിയോയിലെ ചാനലിൽ അങ്ങനത്തെ ചില വീഡിയോസ് വന്നിട്ട് റിയാക്ട് ചെയ്യാഞ്ഞത് തന്നെ അതൊരുമാതിരി പൈപ്പിൻ ചോട്ടിലെ സംസാരം പോലെ ഇപ്പോൾ, അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്ന വിഷയം സബ്ജക്റ്റ് ചിലരുടെ മാത്രം പേഴ്സണൽ വിഷയങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ എൻ്റെ വിശ്വാസം ഞാൻ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട എന്നും പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ആ ആരാധനയിൽ മുന്നോട്ട് പോകുന്നവരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരവും നിനക്കില്ല, അത് പറയേണ്ട ആവശ്യവും നിനക്കില്ല. ഇപ്പം അതിന് ഉദാഹരണങ്ങളായിട്ട് കുറേ പറയണ്ടായിരുന്നു. ഏതോ വീടിൻ്റെ പാർക്കലിൻ്റെ അന്ന് എന്താ പാലുകാച്ചലിൻ്റെ അന്ന് ആ വീട്ടിലുള്ള പെൺകുട്ടി മെൻസസ് ആയപ്പോൾ മനസ്സിലായല്ലോ, ആർത്തവം വന്ന സമയത്ത് ആ പെൺകുട്ടിനെ അങ്ങോട്ട് കടത്തിയില്ല അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് കാലത്തിലാണെങ്കിൽ ഏത് നൂറ്റാണ്ടിലുള്ളതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവരെ ചവിട്ടി പുറത്താക്കണം. കാരണം അവർ അത്രയും ബുദ്ധിയില്ലാത്തവരായി പോകണം. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ആർത്തവമുള്ള സമയത്ത് അമ്പലത്തിൽ കയറാൻ പാടില്ല, വിശുദ്ധമായ കാര്യങ്ങൾ തൊടാൻ പാടില്ല. ഞങ്ങളുടെ ടീമുകൾ പള്ളിയിൽ കയറ്റില്ല, ഖുർആൻ ഓതാനോ അല്ലെങ്കിൽ നോമ്പെടുക്കാനോ ഒന്നും സമ്മതിക്കാറില്ല. കാരണം അത് ഒരു അശുദ്ധി ആയതുകൊണ്ടല്ല. ആർത്തവ സമയങ്ങളിൽ അല്ലെങ്കിൽ മെൻസസ് ഉള്ള സമയങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സംരക്ഷണവും സ്ത്രീകൾക്ക് കൂടുതലായിട്ടുള്ള പരിഗണനയും കിട്ടേണ്ടതാണ്. ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അവരെ കഷ്ടപ്പെടുത്തേണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ടായിരിക്കുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ സമയത്ത് സ്ത്രീകൾ കൂടുതലും അവരുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ സമാധാനത്തോടെ ഒക്കെ എവിടെയെങ്കിലും സേഫായിട്ട് ഇരുന്നോട്ടെ. കാരണം അല്ലാത്ത 28 ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന 25 ദിവസത്തോളമൊക്കെ അവർ എല്ലുമുറ പണിയെടുക്കിയിരിക്കുള്ളൂ. വീട്ടിൽ മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, ബാക്കിയുള്ള എല്ലാ പണികളും നോക്കണം. കാരണം ഒരു ആണിന് കഴിയാത്തത് അല്ലെങ്കിൽ ആണിന് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കുടുംബത്തിലെ എല്ലാ ജോലികളും ഒരു സ്ത്രീ ചെയ്യുന്നുണ്ട്. അവൾ ഇത്ര ദിവസം ഇത് ചെയ്തിട്ട് അവൾക്ക് മാസത്തിൽ ചിലർക്ക് 3 ദിവസമായിരിക്കാം, ചിലർക്ക് 7 ദിവസം വരെ ഈ ആർത്തവം നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ദിവസത്തിൽ 7 ദിവസമെങ്കിലും അവള് സമാധാനമായിട്ട് ഇത്രത്തോളമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കാരണം പണ്ട് കാലത്തൊക്കെ ഈ സ്ത്രീകൾ ഡെയിലി 2 നേരമൊക്കെ അമ്പലത്തിൽ പോകുന്നവരുണ്ടായിരുന്നു. രാവിലെയും പോവും, അതുപോലെ തന്നെ ദീപാരാധന സമയത്തൊക്കെ പോവും, അമ്പലത്തിൽ പോവും. മുസ്ലിമുകൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള സമയത്ത് 30 ദിവസത്തെ നോമ്പൊക്കെ പിടിക്കുന്ന സമയത്തായിരിക്കും സ്ത്രീകൾക്ക് ഇതുപോലെ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ 7 ദിവസത്തൊക്കെ അവർക്ക് റെസ്റ്റ് ആയിക്കോട്ടെ, അവരിങ്ങനെ ഇതിനു വേണ്ടി കഷ്ടപ്പെടണ്ട. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള ദിവസങ്ങളിൽ അവർ അമ്പലത്തിൽ പോകണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർ കൂടുതലുള്ള ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ചെയ്യണ്ട എന്നൊരു ഇതിലാണ്. പിന്നെ ചില അമ്പലങ്ങളുണ്ട്, ഈ ചില അമ്പലങ്ങൾ വിശ്വാസങ്ങളിൽ വെച്ചാൽ ചില അമ്പലങ്ങളിലൊന്നും ഈ ആർത്തവ സമയത്ത് ഈ ആർത്തവമുള്ള സ്ത്രീകളെ അങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അത് ചില അമ്പലങ്ങളിൽ മാത്രമാണ്. ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിൽ പോലും അവിടെ ഈ ആർത്തവമുള്ള സ്ത്രീകൾ പണ്ട് മുതലേ കയറുന്നില്ല. അത് ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതാണ്. അത് അങ്ങോട്ട് പോട്ടെ എന്ന് വിശ്വസിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇനി നിങ്ങൾക്ക് അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ ഈ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആർത്തവമാണ്, ഞാൻ ആർത്തവ സമയത്ത് പള്ളിയിൽ പോകും, ഞാൻ അമ്പലത്തിൽ പോകുമെന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക്. നിങ്ങൾക്ക് ദൈവത്തിനെ കാണാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇത് നാട്ടുകാരെ കൊട്ടിഘോഷിച്ച് നടക്കണ്ടല്ല. നീ അമ്പലത്തിൽ പോകുന്ന നേരത്ത് നിങ്ങൾ ആ അമ്പലത്തിലേക്ക് കയറാൻ നേരത്ത് സ്ത്രീകളെ തടഞ്ഞു നിർത്തോ? നിങ്ങൾക്ക് ആർത്തവം ഇല്ലാത്തവർ മാത്രം അകത്ത് കയറിയാൽ മതി, ആർത്തവം ഉള്ളവർ പുറത്തു പോകുന്ന അറിയോ? ഇല്ല. നിങ്ങൾ ഈ ആർത്തവം ഉണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങളോട് മുടക്ക് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ കാണണം, ഞങ്ങൾക്ക് എന്തായാലും കണ്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറയണ്ട നിങ്ങൾക്ക് ആർത്തവം ഉണ്ടെന്ന്. നിങ്ങൾ അത് പറയാതെ പുറത്ത് പറയാതെ പോ. ഇത് നിങ്ങൾക്ക് ഇത് പറയാൻ വേണം. പകരം നിങ്ങൾ വിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ വെല്ലുവിളിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമല്ല. അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല, നിങ്ങൾ വെല്ലുവിളിയാണ്.
അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാൻ ഈ വിഷയം ഇത് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. പിന്നെ ഈ പറയുന്ന സാത്താൻ സ്റ്റുഡിയോനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചെന്നുള്ളൂ. കാരണം അന്നത്തെ ആ വിഷയം എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. പിന്നെ അതിൽ ഉദാഹരണങ്ങൾ പറഞ്ഞതിനോടും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ ആർത്തവം എന്നുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാരെ ഫോക്കസ് കിട്ടും. കാരണം കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. സ്ത്രീകളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേഗം വന്ന് കൈയടിക്കും. കാരണം എന്താണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, കണ്ട ആർത്തവമുള്ളവരെ മാറ്റി നിർത്തരുത് നോക്കിയാണ് ആ പയ്യൻ പറയുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആ പയ്യൻ ഇത്രത്തോളം ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ, അതൊക്കെ കണ്ടന്റ് മേക്കിംഗ് ആണ്. ഇപ്പം ഞാനടക്കം ഇപ്പോൾ ബ്രോയുടെ വീഡിയോസ് എടുത്ത് തരുന്ന കണ്ടന്റ് മേക്കിംഗ് ആണ്. എനിക്കൊരു വിഷയം വേണം, ആ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. എന്തുമാണ് സോഷ്യൽ മീഡിയ വിഷയം ഇല്ലാണ്ടൊന്നുമില്ല കേട്ടോ, ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ച് പോകുന്നില്ല. പകരം ഇപ്പോൾ ഈ പറയുന്ന വ്ളോഗറെ കുറിച്ചാണ്. അതിനൊരു ക്ലിപ്പും കൂടി വെക്കാം. കാരണം ആദ്യത്തെ ഒരു ക്ലിപ്പ് കേട്ടല്ല, ഇങ്ങനെ ഇല്ലീഗലായ പണം കൊണ്ടാണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, അവൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് തീറ്റ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, കയറി കിടക്കാൻ സ്ഥലമില്ലാത്ത ഒരുപാട് പേർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അവൻ ഒരു ഊക്കലും കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം ആ ഒരു വോയിസ് ക്ലിപ്പ് വെച്ചത്. കാരണം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചോട്ടോ. ഇനി ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി കേൾക്കാം. കാണിക്കുകയുണ്ടായി. 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ചായ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അത് 200 രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും ആളുകൾക്ക് അവിടെ പോയിട്ട് ഇത്ര ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എത്ര രൂപയായി കാണും? ആൻഡ് ആ ഒരു വീഡിയോയ്ക്ക് അത്രയും രൂപ തിരിച്ച് വരുമാനം കിട്ടിയോ? ആൻഡ് സിനിമാറ്റിക് ആയിട്ട് കുറേ വിഷ്വൽസ് എടുക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് കാറുകളൊക്കെ വെച്ചുകൊണ്ട് ആ അത്രയും കാറിന് റെൻറ്റ് കൊടുക്കണം, അത്രയും കാറിന് അല്ലെങ്കിൽ റെൻറ്റ് അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് കൊടുക്കണം, അത് ഓടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന ടീമിന് ഇത്രയും ആളുകൾക്ക് പൈസ കൊടുക്കുമ്പോൾ തന്നെ ഇത്രയും പൈസ തന്നെ തിരിച്ച് കിട്ടും. എനിക്കറിയത്തില്ല ഇത്രയും പൈസ തിരിച്ച് കിട്ടും. ആ സമയത്ത് പിന്നെ അതേപോലെ തന്നെ ഒരു നാടിന് മുഴുവനായിട്ട് പെട്രോൾ ഫ്രീ ആയിട്ട് ഒരു ദിവസം പമ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അപ്പം ഞാൻ ആലോചിച്ച സമയത്ത് ആ ഒരു വീഡിയോയ്ക്കകത്തോടെ ഇത്രയും റവന്യൂ തിരിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അത്രയും പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തിക്ക് എവിടേക്കോ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. കാര്യം ബ്ലാക്ക് മണി ആയിട്ട് കിടന്ന സാധനം അയാൾക്ക് ഉപകാരമില്ല, ആർക്കും ഉപകാരമില്ല. പക്ഷേ ഫ്രീ പെട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിന് ഇത്രയും അതിനകത്ത് നിന്ന് കുറച്ച് പൈസ മാറ്റി സ്പെൻഡ് ചെയ്യുമ്പോൾ ആ പൈസ അതിനകത്ത് അങ്ങ് മുങ്ങിപ്പോകും. കാര്യം നാടിന് വേണ്ടിയിട്ട് നന്മ ചെയ്തൊരു കാര്യമല്ലേ, അതാകുമ്പോൾ കുറ്റം പറയാൻ ആരും വരത്തില്ലല്ലോ. നന്മ ചെയ്ത കാര്യമാകുമ്പോൾ നീ ഇതിനകത്ത് ഇല്ലീഗൽ എന്തോ ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കുറ്റം പറയാനോ കേസെടുക്കാനോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ്. ആൻഡ് ഇതുപോലെ പല പല കാര്യങ്ങൾ, ഓക്കെ, ഇതുപോലെ ഓരോ പൈസയുടെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച സമയത്തേക്കില്ല ഈ പൈസയ്ക്ക് ഇത് എവിടുന്നാണ്? ഏതെങ്കിലും മറ്റേതെങ്കിലും ബിസിനസ്. അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഇടയ്ക്കാണെങ്കിൽ പറഞ്ഞു, എടാ മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും, മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ ആയിരിക്കും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തുകൊണ്ടോ? 99% ആളുകൾ നല്ലത് മാത്രം പറയുന്ന ഈ ഒരു വ്ളോഗർ ഇതുപോലെ ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ അത്രത്തോളം നേട്ടം ഇയാൾക്കുണ്ടാവില്ലേ? അത്രത്തോളം ബിസിനസ്സിൻ്റെ വരുമാനം പിന്നെയും കൂടില്ലേ? അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് പറയാത്തതിൻ്റെ കാരണം അതൊരു ഇല്ലീഗലായിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഓക്കെ, ഇൻ്റർവ്യൂസിൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നഷ്ടം മാത്രമല്ല ഉണ്ടാവുള്ളൂ, നേട്ടം ഉണ്ടാവണമെങ്കിൽ അത് റിവീൽ ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, അതേപോലെ ഈ അടുത്ത് പരിപാടി കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഗിവ് അവേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് 5000 രൂപ വെച്ചൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൈസയൊക്കെ ഇത് എവിടുന്നാണ്? ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു ഇവൻ എന്തോന്നാണ് ഈ പറയുന്നത്, ഇവനെ പിടിയാണ്ട് പൊട്ടിൽ കൊടുത്താലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും സ്വാഭാവികം. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞു വെക്കുന്നത്, ഈ പറയുന്ന വ്ളോഗർ ഇല്ലീഗലായിട്ടുള്ള പണമാണ് ഈ പറയുന്ന ജനങ്ങളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഇത്രയും പണങ്ങൾ ഇറക്കുന്നത്. ഇവൻ അതിന് ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഇപ്പം ഈ ബ്ലാക്ക് മണിയൊക്കെ കൈ കിടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് മണി വെറുതെ കൊണ്ട് കത്തിച്ച് കളയണ്ടല്ലോ, പകരം ആരെങ്കിലുമൊക്കെ സഹായിച്ചത് മൂലം ഫെയിമുമാവും സഹായവുമാവും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഇന്ന് അതിന് GST കാര്യങ്ങളൊക്കെ ടാക്സൊക്കെ അടക്കണം. കാരണം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതണം നമ്മൾ പണം മേടിച്ചിട്ടാണ് പ്രൊമോഷൻ നടത്തുന്നത്, നമ്മൾ എഴുതണം. അങ്ങനെ എഴുതിയേ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഒരുപാട് പേരുടെ വീടുകളിൽ ഈ പറയുന്ന ഈ ED റെയ്ഡ് യൂട്യൂബർമാരുടെ വീടുകളിലൊക്കെ ചെന്നു എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇന്ന് യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പലരും പറയുന്നുണ്ട് മാസം 4 ലക്ഷം കിട്ടുന്നവരുണ്ട്, 3 ലക്ഷം കിട്ടുന്നവരുണ്ട്. ഇവരിൽ പലരും അവർക്കറിയാത്തത് കൊണ്ടായിരിക്കാം, അറിഞ്ഞിട്ടും അറിയാത്തവരുമായ കുറേ പേര് ഈ പറയുന്ന ടാക്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് പരമാവധി ഈ പറയുന്ന ആൾക്കാരുടെ അരികളിലൊക്കെ അല്ലെങ്കിൽ ഇവരെ റെയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് ED ചെന്നത്. അല്ലാതെ ബ്ലാക്ക് മണി നോക്കുന്നു, ബ്ലാക്ക് മണി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെന്നതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല, ഞാൻ കേട്ടിട്ടില്ല. ആ സമയത്ത് വന്ന ന്യൂസുകളൊക്കെ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബർമാരുടെ അരികിൽ ചെന്നത് കാരണം അവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നല്ല എമൗണ്ട് അവർക്ക് വരുന്നുണ്ടാവും. എന്നാൽ അവർ പലരും ഈ പറയുന്ന ടാക്സും കാര്യങ്ങളൊന്നും അടക്കുന്നില്ല, അല്ലെങ്കിൽ ആ കിട്ടുന്ന മണി എമൗണ്ടിനനുസരിച്ചുള്ള ടാക്സും കാര്യങ്ങളും അടക്കുന്നില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈട് ചെന്നതെന്ന് ഞാൻ കേട്ടിരുന്നു. അല്ലാതെ ഈ പറയുന്ന ഈ യൂട്യൂബർ ബ്ലാക്ക് മണി മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സഹായങ്ങൾ ചെയ്യുന്ന യൂട്യൂബർമാർ ഈ തമിഴ്നാട്ടിലൊക്കെ സായി ആണ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ ഒരു ബ്രോയുടെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പേരാ ആ ബ്രോ കൃത്യമായിട്ട് പണം കൊണ്ട് കൊടുക്കുന്നതാണ് കാണുന്നത്. ഒരു വീടിന്റെ മുറ്റത്ത് കൊണ്ട് പണം വെക്കുന്നത്, വീടുണ്ടായി കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ യൂട്യൂബിൽ പലരും ഉണ്ട് പലരുണ്ട് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വീടുകൾ ഉണ്ടായി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ വീടുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ സഹായമാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ഒരു നേരത്തെ വിശപ്പാണ് ഇവ മാറ്റുന്നതെങ്കിൽ അതിന് നമുക്ക് കൈയടിച്ചേ പറ്റുള്ളൂ. ആ കൈയടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവനിക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയും അവനിക്ക് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന വ്ളോഗറിൻ്റെ തന്നെ ചാനലിൽ ആ വ്ളോഗർ ഒരു ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട്, ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ അരികിൽ ചെന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ കുട്ടിയുടെ മരുന്നുകൾ വെക്കാനും പിന്നെ ആഹാരമൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ഇവനൊരു ഫ്രിഡ്ജ് കൊണ്ട് കൊടുത്തിട്ട് വൈകുന്നേരം ആയിട്ടാ എന്ന് വെച്ചാൽ കുറച്ച് വൈകിപ്പോയി എന്ന് പറയുമ്പോൾ ഈ ഉമ്മ പറയുന്നുണ്ട് മോനിക്ക് ഇതുപോലെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് പേരെ ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരുപാട് പേർക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവൻ്റെ വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്ളോഗറെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും. അല്ലാതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ പോലും ഇവൻ ഈ കള്ളപ്പണം വെച്ചിട്ടാണ് നാട്ടുകാരെ സഹായിക്കുന്നത്, ഇവൻ ഈ കള്ളപ്പണം വെച്ചിട്ടാണ് നാട്ടുകാരെ പറ്റിക്കുകയാണെന്നൊക്കെയുള്ള ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിലുള്ള മൊത്തം കള്ളപ്പണമാണെന്നുള്ള ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കള്ളപ്പണം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ നാടിൻ്റെ ശത്രുവാണ്, രാജ്യദ്രോഹിയാണ്. അങ്ങനെയല്ല വേണം. നമ്മുടെ രാജ്യത്ത് ഒരാൾ കള്ളപ്പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളപ്പണം വെച്ചിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ നാടിൻ്റെ ശത്രുവാണ്, രാജ്യദ്രോഹിയാണ്. അപ്പം നീ പറയുന്നത് എങ്ങനെയാണ്? ഈ വ്യക്തി ഇത്രയും ജനങ്ങളെ സഹായിക്കുന്ന ഈ വ്യക്തി, ഇത്രയും ജനങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും കാരണമാകുന്ന ഈ വ്യക്തി, ഒരാളെങ്കിലും ഈ വ്യക്തിയുടെ പണം കൊണ്ട് ഒരു നേരത്തിൽ ഇങ്ങനെ സുരക്ഷിതമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹായം ചെയ്യുന്ന ഈ വ്യക്തി, ചിലരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമായി കൊടുക്കുന്ന ഈ വ്യക്തി നമ്മുടെ നാടിൻ്റെ ദ്രോഹിയാണെന്നാണോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്? അതിൻ്റെ ഇടയിൽ തന്നെ നീ പറയുന്നുണ്ട് ഇത്രയുള്ള രാജ്യദ്രോഹങ്ങൾ ചെയ്താൽ പോലും അവൻ സഹായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറ്റം പെടുത്തുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ അടുത്ത ഭാഗത്ത് നീ പറയുന്നത് ഇവൻ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം ഇതിലേതാണ് നീ പറയുന്നതിൽ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലേതാണ് നീ പറയുന്നത് വിശ്വസിക്കേണ്ടത്? അതാണ് ഞാൻ ആദ്യം വെച്ച വീഡിയോയിൽ വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് പറ, അല്ല രണ്ടും കൂടി ചെയ്യരുത്. ഉപദേശവും പാടില്ല, ഒന്നി ഉപദേശിക്കുക അല്ലെ ചെയ്യിക്കുക, അതല്ലാതെ രണ്ടും കൂടി അത് ശരിയല്ലല്ലോ. സത്ത സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളോട് ഇത്ര അടുത്തിട്ട് ഇത്ര അറിവും ബുദ്ധിയും ഉള്ളൊരു വ്യക്തിയല്ലേ, ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ കുറ്റപ്പെടുത്തി ഒന്നല്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായം, നിനക്ക് തോന്നിയ അഭിപ്രായം നീ പറയുന്ന പോലെ തന്നെ എനിക്കൊരു തോന്നിയൊരു അഭിപ്രായം, ഈ ഒരു അഭിപ്രായം നിനക്ക് വേണ്ടി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നിൻ്റെ അഭിപ്രായം എന്താണെന്ന് വരും ദിവസങ്ങളിൽ വീണ്ടും അറിയാമെന്ന പ്രതീക്ഷയോടുകൂടി